ഇന്നത്തെ ഗോസ്പലിൽ പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ഡേഞ്ചറാണ്. ചോദ്യം ഇതാണ്: ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ചോദ്യം വളരെ കൃത്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 പിശാച് ബാധിതർ ഒരു തെരുവീതിയിൽ നിന്ന് ക്രിസ്തുവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ കൃത്യമായ പ്രതിഫലനം ഇന്നും ഈ സമൂഹത്തിലുണ്ട്. എവിടേക്കോ ഒരു വീടിനകത്ത് മക്കൾ മാതാപിതാക്കളോട് ഈ ചോദ്യം ചോദിക്കുന്നില്ലേ: നിങ്ങൾ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ജീവിത പങ്കാളികൾ പരസ്പരം ചോദിക്കുന്നില്ലേ: നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഒരു ജോലി സ്ഥലത്ത് സഹപ്രവർത്തകർ ചോദിക്കുന്നില്ലേ: നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് സാധാരണക്കാർ, നിയമം തെറ്റിക്കുന്നവർ ചോദിക്കുന്നില്ലേ: നിങ്ങൾ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം വളരെ ഡേഞ്ചറാണ്. എല്ലാവരും ഒരു ടെറിട്ടറി സെറ്റ് ചെയ്താണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും അത്രത്തോളം ശരിയല്ല എന്ന് ചിന്തിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങൾക്കുമൊത്ത് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമെന്ന് ഒരാൾ ചിന്തിച്ചാൽ അത് എത്രത്തോളം ശരിയാകും? നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ ആ മുമ്പിലിരിക്കുന്ന ആൾക്ക് അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും. അതുകൊണ്ട് മുൻപിലിരിക്കുന്നവർ പൂർണ്ണ അധികാരവും അവകാശമുള്ളവരാണ്. കാരണം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തും ആഗ്രഹങ്ങൾക്കൊത്തും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. രക്തബന്ധങ്ങൾ കൊണ്ടോ കർമ്മബന്ധങ്ങൾ കൊണ്ടോ എല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ആളുണ്ടെങ്കിൽ ചോദിക്കും. അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിനിടപെടുന്നു എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.